ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ലെഗ് ഡേ ആയിരുന്നു. വിചാരിച്ച പോലെ നല്ല ഹെവി ലെവലിൽ അടിക്കണം എന്ന് കരുതിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് ലഞ്ചസ് ആണ് കൊടുത്തത്, അതും വാക്കി ലഞ്ചസ്. അതൊരു ഹെവി വർക്കൗട്ടായിപ്പോയി. സ്റ്റാർട്ടിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് സെറ്റൊക്കെ സിമ്പിളായിട്ട് അടിച്ചു. ഒരു മൂന്നാമത്തെ സെറ്റായപ്പോൾ തന്നെ ഡൗണായി. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് ലെഗ് പ്രസ്സായിരുന്നു. എന്തായാലും വാക്കിംഗ് ലഞ്ചസ് ഇത്ര ഫീല് കിട്ടിയതുകൊണ്ട് തന്നെ ലെഗ് പ്രസ്സിൽ വിചാരിച്ച വെയിറ്റ് പോയില്ല. കാരണം ലഞ്ചസിൽ അത്രമാത്രം കാലിന് ഫീല് കിട്ടി. മാക്സിമം ലിഫ്റ്റ് ചെയ്യാവുന്നൊരു വെയിറ്റ് ഇട്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷനിലാണ് ഞാൻ ലെഗ് പ്രസ് ചെയ്യുന്നത്. ഈ ഒരു വർക്കൗട്ട് മാത്രമല്ല, ഏതൊരു വർക്കൗട്ടായാലും നിങ്ങൾ അങ്ങനെ വേണം ചെയ്ത് പഠിക്കാൻ. ഇപ്പോൾ പലരും ചെയ്യുന്നത് കാണാറുണ്ട്, ലെഗ് പ്രസ്സിൽ കാല് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല. ലെഗ് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന വെയിറ്റ് ഇടുക. ഫുള്ളായിട്ട് കാല് താഴത്തേക്ക് ഇറക്കി മുട്ട് ലോക്കാക്കാതെ മുകളിലേക്ക് പൊക്കണം. ആ രീതിക്ക് വേണം ലെഗ് പ്രസ് ചെയ്ത് ശീലിക്കാൻ. എന്നാലേ നല്ല എഫക്റ്റീവ് ആവുള്ളൂ മസിൽസിന്. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് സ്ക്വാട്ടാണ്. സ്ക്വാട്ട് എപ്പോഴും ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അതൊരു കോമ്പൗണ്ട് മൊമെൻ്റാണ്. ആ ഒരു വർക്കൗട്ടിൽ തന്നെ ശരീരത്തിൻ്റെ പല മസിൽ പാർട്സുകൾക്കും ഫീൽ വരും. അതുകൊണ്ട് തന്നെ മാക്സിമം സ്ക്വാട്ടിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളും അതുപോലെ ചെയ്യണം. കാരണം അതൊരു കോമ്പൗണ്ട് ട്രെയിനിങ് ആണ്. നല്ല ഫാറ്റ് ബേണിങ് വർക്കൗട്ടുമാണ്. ബോഡിക്ക് നല്ല രീതിക്ക് ബാലൻസ് കിട്ടുന്നൊരു വർക്കൗട്ടാണ്. എത്ര വെയിറ്റ് ഇട്ട് ചെയ്താലും ഇഞ്ചുറി ആവാതെ നോക്കണം. സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഒരാളെ നിർത്തിയതിന് ശേഷം വേണം സ്ക്വാട്ട് നല്ല രീതിക്ക് ചെയ്യാൻ. അതിൻ്റെ ശേഷം ഞാൻ ചെയ്തത് എക്സ്റ്റൻഷനാണ്. ലെഗിൻ്റെ ഫ്രണ്ട് പോർഷനിലെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഇതും മാക്സിമം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ഞാൻ ഈ സ്പീഡിൽ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വെയിറ്റ്, എൻ്റെ ലാസ്റ്റ് സെറ്റിലാണ് വീഡിയോ എടുത്തത്, അത്രമാത്രം വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ.